കേസ്. അപ്പോൾ ഇന്ന് പാലക്കാട് നമ്മുടെ നിവിൻ്റെ വീട്ടിൽ പോകാനാണ് പോകുന്നത്. അപ്പോൾ രാവിലെ സമയത്രേ 6 മണി 5 മണിക്ക് ഇറങ്ങണം എന്ന് വെച്ചാൽ ചെറുതായിട്ട് പ്ലാൻ തെറ്റിപ്പോയി. പക്ഷെ നമ്മൾ കട്ടമ്മലെത്തും. അപ്പോൾ കറച്ചിന്ന് നമ്മുടെ കിഷോറിനെയൊക്കെ പിക്ക് ചെയ്യണം. പിന്നെ അതിന് വേറെ കൂട്ടുകാരുണ്ട് ലിവിന്ന് പറഞ്ഞിട്ട്, അവനെ പിക്ക് ചെയ്ത് കിഷോറിനെ പിക്ക് ചെയ്ത് ഫഹദിനെ പിക്ക് ചെയ്ത് നേരെ നമ്മൾ ലിവിൻ്റെ വീട്ടിൽ പോകുന്നു. ഇന്ന് കാരണമാണ് ഡ്രൈവ് പറ്റേക്കാം. അങ്ങനെ നമ്മള് ഫോർട്ട് കൊച്ചിയിലേക്ക് പോവാണ്. ഹലോ ഗൈസ്, ഹായ്. അവനെ പിക്ക് ചെയ്യണ വ്ളോഗിൽ എടുക്കാൻ മറന്നുപോയി, ഞാൻ വിട്ടുപോയി. ഞാൻ വീട്ടിൽ നിന്ന് എടുത്ത് ഉണങ്ങിയായിരുന്നു ചെറുതായിട്ട്. ഗൈസ്, നമ്മൾ ഫഹദിൻ്റെ വീട്ടിലെത്തി. തിരിക്കാനൊക്കെ പറ്റുമല്ലേ? കല്യാണം പോയി പഠിക്കുന്ന ഞങ്ങളവിടെ കല്യാണത്തിനുള്ള കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ആഞ്ചലോ വെള്ളം അടിച്ച് വാള വെച്ചേരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പോയാ അതെ, ഇൻസ്പയർഡ് ബൈ ഹോം. നിവിൻ്റെ വ്ളോഗ് കാണാറില്ല. നമ്മൾ പെട്രോൾ അടിക്കാൻ കരുതായിരുന്നു. 2000 പെട്രോൾ അടിച്ചിട്ടുണ്ട്. കാറ്റൊന്നും അടിച്ചോണ്ടിരിക്കാം. കാറ്റ് നല്ല കുറവായിരുന്നു. വിശന്ന് തുടങ്ങി മോനെ. പാലക്കാട് പിടിച്ചു വെക്കണം. ഇവിടെ മരം വെട്ടിയോ? ഇവിടെ ഒരു മരം ഇല്ലായിരുന്നു. ഈ ഒരു സമയം നമ്മളേക്ക് അവിടെ എത്തി നമ്മളിങ്ങനെ പ്ലാൻ ഇട്ടോണ്ടിരിക്കണം. എന്നിട്ട് മറ്റേ എന്താ പറയാ, വെള്ളത്തിലൊക്കെ ഇറങ്ങി ആദ്യം ഭക്ഷണം കൊണ്ടുപോയി. ഇവിടെ നിന്ന് 1.5 മണിക്കൂർ സൂപ്പറായിരുന്നു. എന്തായാലും നമുക്ക് വേണേൽ പൊറോട്ട ബീഫൊക്കെ വാങ്ങിയാൽ കല്ലിൻ്റെ മേലെ നടിക്കാം. നിവിൻ ഞങ്ങളിവിടെ നോട്ടൽമാട് കൊണ്ടുപോകുന്നത് പാലക്കാട് ഉണ്ടാവോ നമ്മുടെ സ്പെഷ്യൽ സേവ ഫഹദ് പ്രത്യേകം ചോദിച്ചുണ്ടാക്കിപ്പിച്ചാണ്. ഈ കളർ ബീഫ് സ്റ്റൂ കൊണ്ടുവരുന്നുണ്ട്. വിളി ഒന്ന് വിളി ഞാൻ പോട്ടെ.
വേറെ ആർക്കും നമ്മുടെ കാര്യം നോക്കിയാൽ തോറി കഴിഞ്ഞ എങ്ങനെ ഉണ്ടായിരുന്നു? സ്മൂത്ത് ആയിരുന്ന? വളരെ നീറ്റ് ആൻഡ് ക്ലീൻ. ഓഫ് എൻ്റെ ക്യാമറ പോരല്ലോടാ. അതെ നമ്മുടെ നിവിൻ ബ്ലോഗിന് സാധനം കിട്ടി. ഫുഡ് ബ്ലോഗിന് സാധനം. അർണോൾഡ് ഷ്വാസ്നഗർ. എനിക്ക് ഇറങ്ങിയ പോണ്ടേ? ഉറങ്ങാൻ വേണ്ടിയാണ് മാർക്കറ്റ് വന്ന്. ഓഫ് എന്താടാ. എനിക്ക് പാം പാം. One eternity later. സീനൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. മിസ് ചെയ്തിട്ട് വിളിച്ചാണോ? നിക്കറില്ല നിക്കറ വെച്ചേക്കാലേ. പിന്നെ വ്ളോഗിൽ ഇതെല്ലാം ഉണ്ടേ. ഞാനെടുത്തു ഒരു അബിഡാസ് എടുത്തു. അതിനാ എനിക്കറിയില്ല. കളർ സാധനമൊക്കെ ഉണ്ട്. എനിക്കും കിട്ടിയടാ അബിഡാസ്. ലോക മാച്ച് കളയാം. പോയിരിക്കാം. ഹിമാലയ എത്താൻ കല്ലും മുള്ളും നിറഞ്ഞ വഴികളാണ്. കുറച്ച് കഷ്ടപ്പെട്ട വഴികളിൽ കൂടെ ഇഷ്ടപ്പെട്ട റൈമിംഗ് ആണല്ലോ. എല്ലാം അടുപ്പുണ്ട്. ഇതൊക്കെ അവിടെ ചെന്ന് ചാടി ക്ഷീണമൊക്കെ കളയണം. ഓ ഈ ഗട്ടർ തീർന്നു ഹിമാലയിലെത്തി മക്കളെ. എൻ്റെ മോൻ ഹിമാലയിലെത്തി. നമ്മുടെ വെറുതെത്തി വെക്കും. എടാ ഡിക്കി എടാ ട്രങ്ക് എന്ന് പറഞ്ഞടാ. ഇതൊന്നും അല്ലെന്നാണ് ഞാൻ പറയണേ. ഇവനെ സ്കൂളിൽ പോകുന്നത്. ഞാൻ വണ്ടറിലേക്ക് വേണം. ഇടയ്ക്കിടയ്ക്ക് കയറി കയ്യിലൊക്കെ എന്തൊക്കെ കയറിയിരിക്കുന്നു. ഓ ഇതാണ് സ്പോട്ട്. വീണ പണിയാ. ബീഫോടെ ചിക്കനല്ലേ? ബീഫാണോ? ആ അത് ബീഫല്ലേ? ബീഫാടാ. കഴിച്ചില്ല. ബീഫ് കിട്ടി. പാൻകേക്സ് ഇറങ്ങണം.
കുഴപ്പമില്ല. നമ്മള് ഇറങ്ങാൻ പോവാ തിരിച്ച് മടുത്ത്. എനിക്ക് മടുത്തില്ല, ഇവിടെ ചിലവർക്കൊപ്പം മടുത്ത്. അപ്പൊ നമ്മൾ ഇറങ്ങാൻ പോവാ. അപ്പൊ ലാസ്റ്റേക്ക് അവിടെ അപ്പൊ 3, 2 ഗായ്സ് അങ്ങനെ നമ്മളിപ്പോൾ കുളിച്ച് എല്ലാവരും നല്ലോണം ഇതേ ഇറങ്ങി. ഇതൊന്ന് നമുക്ക് ഇറങ്ങാൻ പോകണോ? ഗായ്സ് ഞങ്ങളിവിടെ തുരങ്കത്തിലൂടെ വേറെ കാഴ്ച വീഴല്ലടാ. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാം കഴിഞ്ഞ് നമ്മുടെ ബ്രിജിമാലിയിൽ നിന്ന് ഇറങ്ങി നേരെ പോവാ പാലക്കാട്ടോട്ട്. ഇടിക്കോ? ഇല്ല, ഭാഗ്യം. ബൈ ബൈ ബൈ. പാലക്കാട് എഴുതി കാണാം. മസാല തോറ് ഓടിക്കാം. അവിടെ ഭയങ്കര കാശ്. ശരി. നേരത്തെ ഇടിച്ചെടുത്ത് തന്നെയാണ് എല്ലാം എടുത്തോട്ടാ. നല്ല മുട്ടുപടി. ഭയങ്കര കട്ടർ. ഇതൊക്കെ ടാർ ചെയ്യണം. സർക്കാർ പോരാ. ഫ്രണ്ടിലേതോ അറിയപ്പെടുന്ന അറിയപ്പെടുന്ന മദർലാൻഡ് മസാലസോഡ പാലക്കാട് പൈനക്ക് പൈന്. ഇവരൊക്കെ കൊച്ചിന്റെ ആൾക്കാരാണ്. മദർലാൻഡ് മസാലസോഡ കുടിക്കാൻ വേണ്ടി വന്നിരിക്കണം. പൈന് സോഡ, പൈന് മസാല. അരമണിക്കൂർ കഴിഞ്ഞാൽ വയറ് വെക്കൂടും. എന്ത് ഗ്യാസ് നമ്മൾ വയറ് വേദന മാറാനുള്ള മറ്റ് സാധനം അത് ഓടിച്ച് കൊച്ചിന്റെ ആൾക്കാരൊക്കെ എടുക്കും. വീഡിയോ എടുക്ക്. എങ്ങനെയുണ്ട്? പൊളിയില്ലേ? മസാല സോഡ അടിച്ചെന്ന് മസാല സോഡ അടിച്ചെന്ന് മൂടാവും. വീട്ടിൽ കൊണ്ടാകുമ്പോ വയറിലാക്കാൻ വേണ്ടി നടക്കണം. അടുത്ത സാധനം അടിക്കാൻ വന്നിക്കാം. കാളെന്ന് പറഞ്ഞിട്ടുണ്ട് സംഭവം. നമ്മുടെ നിവിൻ്റെ സജഷനാണ്. ബാക്ക് ക്യാമറ ഉണക്കാം. കഴിച്ചോക്ക്. കൊള്ളാട്ടോ. അല്ലല്ലേ നമ്മുടെ കിട്ടാത്ത നൈസാ. അപ്രൂവ്. ഇതിന്റെ മിക്സ് അപ്രൂവ് അല്ലേ? അസുഖം കിട്ടിയാലും മതി. കറക്റ്റായി. ഇതിന് പറ്റേക്കണം. കടാ എനിക്കങ്ങനെ കഴുത്ത് പോലും കാണാൻ പറ്റുന്നില്ലെന്ന്. ഇവന്റെ ഇരുട്ടും ഭാവമൊക്കെ കണ്ടാത്തത് ഭയങ്കര കളിയത്. പക്ഷെ ഇപ്പോഴും 0-0. ഇവൻ ആദ്യമായിട്ടാണ് കളിക്കുന്നത്. ഇവിടെ ബെറ്റ് വെച്ചാണ് കളി കിടക്കുന്നത്. ഒരു കുപ്പി മസാല സോഡ ബെറ്റ് വെച്ചിട്ടാണ് കളിക്കുന്നത്. തീക്കളിയാണ് ഏറ്റവും അടിയടാ.
മസാല സാധനം ഇപ്പൊ പോവും മോനെ. ഓ 1-0 ലീവിന് 1 നിവിൻ 0 ശിനി ശിനി. നിവിൻ കം ബാക്ക്. 90 മിനിറ്റ് കഴിഞ്ഞു. 1-1 നിൽക്കാണ്. കട വരെ പോകുന്നു. സോറി, ഇത് എക്സ്ട്രാ ടൈമിലോട്ട് പോകുന്നതായിട്ട് തോന്നുന്നത്. എക്സ്ട്രാ ടൈം. പോയി അങ്ങനെ ലിവിന്റെ സോഡ പോയി. 3 hours later. മണി 2:15 രാത്രി. ഇതുവരെ തീർന്നിട്ടില്ല. എപ്പം തുടങ്ങിയതെന്ന് അറിയാം. ഒട്ടും അറിയിട്ടില്ലായിരുന്നു ഇന്നലെ. ഇപ്പം രാവിലെ 5:30 എല്ലാവരും ഇറങ്ങാം. എല്ലാവരും റെഡി. ഉള്ള നേരത്തെ പോകണം. ഇങ്ങനെ തറ്റ ബൈ. എപ്പോഴും നീ മാത്രമേ നേരാ കുഴിയിലേക്ക് സേഫായിട്ട് എത്തിച്ചിട്ടുണ്ട് വീട്ടിൽ. ഒരു സാധനം എടുത്ത് വെക്കണമെന്ന് എന്നെ അമ്മ പഠിപ്പിച്ചേക്കണേ. ഓഫ് മണം. സത്യം പറയാനില്ല, ഇതിന്റെ മുറിവൊന്നും അല്ല, ഇതാണ്. അതെ, ഇതാണ് മുറി. എന്റെ കൊതുക്, എന്റെ പൊന്നെ, സത്യം ഇതാണ് മുറി. എന്ത് കൊതുക പണ്ടാറ. പൂച്ചകളെ ഇങ്ങനെ കൂട്ടിലിട്ട് വളർത്തരുത്, അതിന് തുറന്നു വിടണം, എന്നാലേ അതിനിങ്ങനെ കളിക്കാൻ പറ്റുള്ളൂ. താക്കോലം കൊണ്ട് പോന്നേ. കരയണ്ട, രാത്രി വർക്കിലാടാത്, രാത്രി വർക്കിലാടാത്. എപ്പത്തേ ഇത് ഇങ്ങോട്ടാണ്. അതെടുത്തില്ലേ? അയ്യോ, സ്റ്റോറേജ് പോയിട്ട് വരാട്ടാ. അങ്ങനെ എൻ്റെ വീടെത്തിയിരിക്കുകയാണ്. ബാക്കി വന്നിട്ട് ഇന്നത്തെ ട്രിപ്പ് അവസാനിച്ചിരിക്കുന്നു അല്ലേ? പാലക്കാടേക്ക് ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. എൻ്റെ ഫോണിലെ സ്റ്റോറേജ് അവസാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയായിരിക്കും ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞത് പോലെ ജിബിനൊന്നുമല്ല. അപ്പോൾ ക്വാളിറ്റിയിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ന്യൂ തിങ്സ് പ്രതീക്ഷിക്കാം. അതെ തന്നെ, സെറ്റപ്പ് വ്ളോഗായിരിക്കും. ഇത് ഞാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ ശരി ഗൈസ്, ബൈ ബൈ. യെസ്, ലെവിനെ ഡ്രോപ്പ് ചെയ്തു. പക്ഷെ ചെറിയ പ്രശ്നമുണ്ട്. അവൻ്റെ ഫോണാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അവനത് എടുക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും കണ്ടുപിട്ടി ഗൈസ്. വ്ളോഗ് ഇവിടെ വീണ്ടും ഒന്നുകൂടെ അവസാനിച്ചു. ഇവൻ വീട്ടിൽ ചെല്ലുന്നവരെ. അല്ല, ഞാൻ നിർത്തി. ഞാൻ സ്ഥലമില്ല.